ഇത് റീ റിലീസിന്റെ കാലമാണ്. മലയാളത്തിലും തമിഴിലും അടക്കം ഹിറ്റായ ചിത്രങ്ങളും ശ്രദ്ധേയമായ ചിത്രങ്ങളും സാങ്കേതിക മികവോടെ പ്രദർശനത്തിനെത്തിയപ്പോൾ മലയാളത്തിൽ മോഹൻലാൽ ചിത്രങ്ങൾക്ക് വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്ന സ്ഫടികമായിരുന്നു സാങ്കേതിക മികവോടെ ആദ്യം പ്രദർശനത്തിനെത്തിയ മോഹൻലാൽ ചിത്രം. സ്ഫടികത്തിന് പ്രതീക്ഷിച്ചതിലും വലിയ വിജയം പ്രേക്ഷകർ നൽകി. അതിന് പിന്നാലെയാണ് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്ന ദേവദൂതൻ 4K മികവോടെ പ്രദർശനത്തിനെത്തുന്നത്. ദേവദൂതൻ വൻ വിജയമായി. തൊട്ടു പിന്നാലെ വന്ന ചോട്ടാ മുംബൈയും ആ വിജയം ആവർത്തിച്ചു. മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ എന്നും ഓർക്കുന്ന മറ്റൊരു ചിത്രമാണ് ഗുരു. രാജീവ് അഞ്ചലിന്റെ സംവിധാനത്തിൽ 28 വർഷങ്ങൾക്ക് മുൻപ് ഒരുക്കിയ സംഗീത കാവ്യമായിരുന്നു ഗുരു. കാഴ്ചയില്ലാത്തവരുടെ ലോകം. അവിടെ കാഴ്ച എന്നത് കേവലം അന്ധവിശ്വാസം മാത്രമായിരുന്നു. മനുഷ്യരാശി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്ധതയെക്കുറിച്ചായിരുന്നു രാജീവ് അഞ്ചൽ ഗുരുവെന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകനോട് പറഞ്ഞത്. മലയാള സിനിമ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യഭംഗിയിൽ 1997 ഒക്ടോബർ 16 ചിത്രം പ്രദർശനത്തിനെത്തിയത്. ഗുരു 4K ദൃശ്യമികവോടെ വീണ്ടും എത്തുന്നു എന്നാണ് സിനിമാ ലോകത്ത് നിന്നുള്ള പുതിയ വാർത്തകൾ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ഗുരു. 70ാമത് അക്കാദമി അവാർഡുകളിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ വിഭാഗത്തിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഓസ്കാർ അവാർഡിനായി ഇന്ത്യ സമർപ്പിച്ച ആദ്യ മലയാള ചിത്രം ഗുരുവാണ്. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയത് സാക്ഷാൽ ഇളയരാജയായിരുന്നു. ഗുരുവിലൂടെ ഒരു ഇന്ത്യൻ ചിത്രത്തിന്റെ സംഗീതം മുഴുവനായും ഒരു ഫോറിൻ സിംഫണി ഓർക്കസ്ട്രയെ കൊണ്ട് രാജ ചെയ്യിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സാഹോദര്യത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന ഒരു പ്രദേശത്ത് മുസ്ലിം വേഷധാരിയായ രാഷ്ട്രീയക്കാർ പ്രാദേശിക ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ രണ്ട് സമുദായങ്ങൾക്കിടയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും അത് വ്യാപകമായ വർഗീയ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. തന്റെ കുടുംബം കൊല്ലപ്പെട്ടതിനു ശേഷം രഘുരാമൻ ഒരു ഹിന്ദു തീവ്രവാദ സംഘത്തിൽ ചേരുകയും വിശുദ്ധനായ ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു പൂജാരിയുടെ മകനായ രഘുരാമൻ മതാന്ധത ബാധിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടം മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. അതിനിടയിൽ ഒരു ആശ്രമത്തിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് അയാൾ വൈദേഹിയെ കണ്ടുമുട്ടുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരം ആശ്രമത്തിലെ ഗുരുവിന്റെ പാദുകങ്ങളിൽ സ്പർശിക്കുന്ന രഘുരാമൻ എടുത്തെറിയപ്പെടുന്നത് മായയുടെയും അന്ധതയുടെയും ലോകത്തേക്കാണ്. പുതിയ ലോകത്ത് എല്ലാവരും അന്ധരാണ്. കാഴ്ചശക്തി ഒരു നുണയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ദൈവദൂഷണമാണ്. കാഴ്ച നിലവിലില്ലെന്ന് വളരെ ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നു. മരണത്തിൽ നിന്ന് താൻ രക്ഷിക്കുന്ന രാമനാഗനുമായി രഘുരാമൻ സൗഹൃദത്തിലാകുന്നു. കാഴ്ചയുടെ ഒരു ലോകമുണ്ടെന്നും അത് തനിക്ക് കാണാൻ കഴിയുമെന്നും രഘുരാമൻ അവരോട് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ അത് വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും അങ്ങനെയൊക്കെ സംസാരിച്ചാൽ രാജാവും പറ്റവും ചേർന്ന് അവനെ കൊല്ലുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കാഴ്ച ആവശ്യമില്ലാത്തൊരു ലോകം അവർ കെട്ടിപ്പടുത്തിരിക്കുന്നതായി രഘുരാമൻ തിരിച്ചറിയുന്നു. താഴ്വരയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സൂതികർമ്മിണികൾ ഉടൻ തന്നെ കുഞ്ഞിന് ഒരു പ്രത്യേക പഴത്തിന്റെ നീര് നൽകുന്നത് അവൻ നിരീക്ഷിക്കുന്നു. താഴ്വരയിലെ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഒരു പുണ്യവൃക്ഷത്തിന്റെ പഴമാണിതെന്ന് രാമനാഗൻ രഘുരാമനോട് പറയുന്നു. ഇതിൽ ആകൃഷ്ടനായ രഘുരാമൻ മരത്തിൽ കയറി താഴ്വരയിലെ ആളുകൾ ഇലാമപ്പഴം എന്ന് വിളിക്കുന്ന രുചികരവും ആസക്തി ഉളവാക്കുന്നതുമായ പഴം കഴിക്കുന്നു. അതിന്റെ വിത്തുകൾ വളരെ വിഷമുള്ളതാണ്. ഇത് അവർക്കിടയിൽ ഒരു സാധാരണ വിഭവവുമാണ്. എന്നാൽ അത് കഴിച്ചതിന് ശേഷം രഘുരാമനും ഒരു അന്ധനായി മാറുകയാണ്. പിന്നീട് രാജാവിന്റെ പട്ടാളക്കാർ അവനെ പിടികൂടുകയും വളരെ അപൂർവവും ക്രൂരവുമായ ശിക്ഷയായ ഇലാമപ്പഴത്തിന്റെ വിത്തുകൾ കഴിക്കാൻ നിർബന്ധിച്ച് വധിക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. വളരെ അപൂർവവും ക്രൂരവുമായ ശിക്ഷയായിരുന്നു ഇത്. ശിക്ഷ ലഭിച്ച മണിക്കൂറുകൾക്ക് ശേഷം കാഴ്ച തിരികെ ലഭിച്ചപ്പോൾ അയാൾ അത്ഭുതപ്പെടുന്നു. തന്റെ പുതിയ അറിവ് ഉപയോഗിച്ച് അന്ധതയെയും രോഗശാന്തിയെയും കുറിച്ചുള്ള സത്യം അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. രാമനാഗനെയും കുടുംബത്തെയും തന്നെ വിശ്വസിക്കാനും വിത്തുകൾ കഴിക്കാനും അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവർക്ക് കാഴ്ചശക്തി ലഭിക്കും. വാർത്ത കാട്ടുതീ പോലെ പടരുന്നു. കൂടുതൽ ആളുകൾ വിത്ത് കഴിച്ച് രഘുരാമനെ പിന്തുടരാൻ തുടങ്ങുന്നു. ഇതറിയുന്നതോടെ രാജാവും സംഘവും രഘുരാമനെ പിടികൂടുന്നു. ജനങ്ങൾ ഒരു കലാപത്തിലേക്ക് നീങ്ങുന്നു. ആയുധങ്ങളുമായി അവർ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി. ആക്രമണം നടത്തരുതെന്നും അതുകൊണ്ട് ഒന്നും നേടാനാവില്ലെന്നും രഘുരാമൻ അവരോട് അപേക്ഷിക്കുന്നു. അതേസമയം യഥാർത്ഥ ലോകത്ത് രഘുരാമൻ ആയുധം താഴെയിട്ട് ഉണരുന്നു. തീവ്രവാദി സംഘം ആശ്രമത്തിലെ അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം ആരംഭിക്കുന്നു. പക്ഷെ അവരുടെ മതം പരിഗണിക്കാതെ രഘുരാമൻ അവരെ രക്ഷിക്കാൻ മുതിരുന്നു. രഘുരാമനായി മോഹൻലാലും വിജയേന്ദ്ര രാജാവായി സുരേഷ് ഗോപിയും രാമനാഗനായി മധുബാലുമായിരുന്നു വേഷമിട്ടിരുന്നത്. കൂടാതെ കാവേരി, സിത്താര, ചാരുഹാസൻ, NF വർഗീസ്, മുരളി, ശ്രീനിവാസൻ, നെടുമുടി വേണു, ക്യാപ്റ്റൻ രാജു തുടങ്ങിയ വലിയൊരു താരനിരയും ഗുരുവിലുണ്ടായിരുന്നു. KP ഗണേഷ് കുമാർ, ശങ്കർ, നാസർ എന്നിവർ അതിഥി വേഷത്തിലും തിളങ്ങി. അന്ധരുടെ താഴ്വരയിൽ സ്വയം കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്ന HG വെൽസിന്റെ ദ കൺട്രി ഓഫ് ബ്ലൈൻഡ്സ് എന്ന ചെറുകഥയാണ് ഗുരുവിലേക്കുള്ള വഴികാട്ടി. ഇതേ ചെറുകഥയാണ് അടുത്തിടെ ആഗോള ശ്രദ്ധ നേടിയ ആപ്പിൾ TV സീരീസായ സി എന്ന സീരീസിന്റെയും പ്രചോദനം. മതത്തിന്റെ അന്തസ്സത്തെ തിരിച്ചറിയണമെന്ന സന്ദേശമായിരുന്നു ഗുരു മുന്നോട്ട് വെച്ചത്. ഇരുളിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനസമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു മിശിഹ പരിവേഷം സംവിധായകൻ രഘുരാമന് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥാപകനും ആത്മീയ ഗുരുവുമായിരുന്ന കരുണാകര ഗുരുവിന്റെ ശിഷ്യനാണ് രാജീവ് അഞ്ചൽ.
ഗുരുവിന്റെ സേവനങ്ങളെയും കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം. രാജീവ് അഞ്ചൽ ഉൾപ്പെടെ ശാന്തിഗിരി ആശ്രമത്തിലെ 60 ശിഷ്യന്മാർ ഫണ്ട് സ്വരൂപിച്ചാണ് ഗുരു യാഥാർത്ഥ്യമാക്കിയത്. 3 കോടി ചിലവിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിലും ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് കാലിക പ്രസക്തി കാത്തു സൂക്ഷിക്കുന്നു. രഘുരാമനും അന്തരുടെ താഴ്വരയും ഇലാമപ്പഴവുമെല്ലാം 4K ദൃശ്യമികവിൽ വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.